ആവശ്യമായ വണ്ടി എടുത്താൽ നിങ്ങൾ 1000 സർവീസ് 2000 സർവീസ് 10000 സർവീസ് പറഞ്ഞു വിടും. എ സിയെ സംബന്ധിച്ചിട്ട് അവർ അങ്ങനെ ഒരു ടോപ്പിക്കേ സംസാരിക്കും. ഇപ്പോൾ ന്യൂ ജനറേഷൻ വണ്ടികൾക്കെല്ലാം ഒറ്റ ബെൽറ്റില്ല വരിക. BMW, ബെൻസ്, ഓഡി എല്ലാ വണ്ടികളും നമ്മളെല്ലാവരും കാർ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ. പക്ഷേ എ സി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് നമുക്ക് ആർക്കും അറിയാൻ മേല. ആ എ സിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യണം, പ്രത്യേകിച്ച് ഈ ഒരു ഫെബ്രുവരി മാർച്ച് കാലത്ത് അതിന് എന്തൊക്കെ സർവീസാണ് ചെയ്യേണ്ടതെന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇതെല്ലാവരും കണ്ടിരിക്കണം. നമ്മുടെ ഇന്ത്യയിലോ വേൾഡിലോ ശരി ആരൊക്കെ കാർ ഉപയോഗിക്കുന്നുണ്ടോ അതെല്ലാം. അപ്പോൾ എങ്ങനെ നമ്മുടെ എ സി പ്രത്യേകിച്ച് ഇപ്പം ഭയങ്കര ചൂടാണ്, ഓരോ വർഷം കൂടുമ്പോൾ ചൂട് കൂടിക്കൊണ്ടിരിക്കണം. ഏറ്റവും നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കാറിൻ്റെ എ സിയുടെ മെയിൻ്റനൻസ് ആൻഡ് സർവീസ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം, അതെങ്ങനെയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞുതരാൻ പോകുന്നത്. ഇനി പറഞ്ഞുതരാൻ എൻ്റെ മെയിൻ ആൾ, അതായത് വർഷങ്ങളായിട്ട് ഇതിൽ പരിചയമുള്ള ആളെയാണ് ക്ഷണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ക്ഷണിക്കുകയാണ് അതിൻ്റെ മെയിൻ ആളെ തന്നെ. അത് അച്ഛനും മോനുമാണ്, അത് അച്ഛനെ ക്ഷണിക്കാം. വെൽക്കം ടു കൃഷ്ണമച്ചാൻസ് വ്ളോഗ്. എന്താണ് പേര്? എൻ്റെ പേര് മോഹൻ. മോഹൻ, ഓക്കെ. എങ്ങനെ ഈ ഒരു എത്ര വർഷമായിട്ടുണ്ടാവും ഇതിന്? ഞാനൊരു ഉദ്ദേശം 30 വർഷം. 30 വർഷമായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് അടുത്ത ആളെ ക്ഷണിക്കാം. ഇതെൻ്റെ മോനാണ്. ഓക്കെ, ഇപ്പോൾ മോനാണ് കാര്യങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓൾ റൈറ്റ്. എന്താണ് പേര്? എൻ്റെ പേര് മിഥുൻ. മിഥുൻ, ഓക്കെ. എത്ര നാളായി ഇപ്പം ഇവിടെ നമ്മുടെ ഈ കാര്യങ്ങൾ നോക്കാൻ? ഓൾമോസ്റ്റ് 12 വർഷമായിട്ട്. 12 വർഷമായിട്ട് നോക്കുകയാണ്. ഓ ഗ്രേറ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. കാരണം ഞാൻ ഓട്ടോമൊബൈൽ സംബന്ധമായിട്ടുള്ള വീഡിയോസ് തന്നെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ നമ്മൾ കാറിനെ സംബന്ധിച്ച് ആൾക്കാർക്ക് അറിയില്ല എ സിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇത് പോകുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് ഒന്ന് കൊണ്ട് കൊടുക്കുന്നു, എന്നിട്ട് എത്രയാണോ പൈസ വരുന്നത് അതങ്ങ് ചെയ്യുന്നു. പക്ഷേ ഇത് കറക്റ്റായ രീതിയിലല്ല ആൾക്കാർ ചെയ്യുന്നത്. അത് നമുക്കൊന്നൊരു അറിവ് കൊടുക്കാനാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യുന്നത്. ഓൾ റൈറ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ അച്ഛനിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ഈ ഒരു കമ്പനി ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഇല്ലേ? ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു റൈറ്റിങ്സ് ഒക്കെ വന്ന ആൾക്കാർ വന്ന് ഒരു പത്രം എന്ന രീതിയിൽ എടുത്തതാണ്. ഓക്കെ, പത്രവും നമുക്ക് ഇതിനെക്കുറിച്ച് അറിവുള്ള ആളാണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒത്തിരി സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ കച്ചവടമാകുന്നുണ്ട്. പക്ഷേ പല വണ്ടികളുടെ എ സിയുടെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു എ സിയുടെ സർവീസ് ചെയ്യേണ്ടത്? മെയിനായിട്ട് കുഴപ്പം വരുന്നത് എന്താ വെച്ചാൽ പഴക്കം കൂടുന്നതനുസരിച്ചിട്ടാണ് കംപ്ലയിൻസ് കൂടുക. പുതിയ വണ്ടിയാണെങ്കിൽ 5 വർഷത്തേക്ക് വലിയ പ്രശ്നങ്ങൾ വരത്തില്ല. ഓക്കെ, ഒരു 5 വർഷം അല്ലെങ്കിൽ ഒരു 50,000 കിലോമീറ്റർ വലിയ പ്രശ്നം വരത്തില്ല. ഓക്കെ, 50,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒരു സർവീസ് ചെയ്ത് വെക്കുക. ശരി. അപ്പോൾ അതിനകത്തുള്ള പ്ലസ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. ഓക്കെ. അതേസമയം നമ്മൾ കംപ്ലൈൻ്റ് ഒന്നും ഇല്ല എന്നും പറഞ്ഞിട്ട് ഓടിച്ച് 5-10 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ 500 രൂപയ്ക്ക് തീരേണ്ട പണി 5000 രൂപയ്ക്ക് തീരും. ശരി ശരി. കൂടുതൽ പാർട്സ് ഡാമേജ് ആവും. ശരി. അങ്ങനെ വേണം സർവീസ് ചെയ്യാനായിട്ട്. ഓൾ റൈറ്റ്. അപ്പോൾ ഒരു 5 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു എ സി കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പീരിയോഡിക്കലി നമ്മൾ എഞ്ചിൻ സർവീസ് ചെയ്യുന്നില്ലേ, 10,000 കിലോമീറ്റർ സർവീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ എ സി ഒരു സർവീസ് ചെയ്ത് വെക്കുക. എ സി സർവീസ് ചെയ്യണം. ഓക്കെ മിഥുനെ, നമുക്ക് ഇവിടെ എ സി സർവീസ് ചെയ്യാനായിട്ട് ഒത്തിരി വണ്ടികൾ വരാറുണ്ട്. നിങ്ങൾ എന്തൊക്കെ വർക്കാണ് ഇവിടെ ചെയ്യാറ്? ഓൾമോസ്റ്റ് എ സി ഫിറ്റിംഗ് തൊട്ട് സർവീസിങ്, എന്ത് കംപ്ലയിൻസ് ഉണ്ടെങ്കിലും ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പോൾ കാറെന്നല്ല, ട്രാവലർ, ഭാരത് ബെൻസ്, JCB, ശരി, ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും നമ്മൾ കവർ ചെയ്യാറുണ്ട്. ഓ, എല്ലാ വണ്ടിയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വണ്ടികൾ എല്ലാവരും എ സി കംപ്ലൈൻ്റ് ആയിട്ടാണ് ഇവിടെ കൊണ്ടുവരാറ്. ആരേലും എൻ്റെ എ സി ഒന്ന് സർവീസ് ചെയ്യണം, കുഴപ്പമൊന്നും ഇല്ല, നിങ്ങളൊന്ന് സർവീസ് ചെയ്ത് തരാമോ, എനിക്ക് ഇതിന് കംപ്ലൈൻ്റ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോകണം. കാരണം ഇപ്പം നമ്മുടെ മോഞ്ചേട്ടൻ പറഞ്ഞ പോലെ മെയിൻ ഒരു കാര്യം പറഞ്ഞു, നമ്മുടെ എഞ്ചിനിൽ കറക്റ്റായിട്ട് ഓയിൽ ഒഴിക്കാൻ ആൾക്കാർ ശ്രമിക്കാറുണ്ട്. കാരണം എന്നാ, വഴി വെച്ച് നിന്ന് പോകും, അവരുടെ കാര്യങ്ങൾ നടക്കില്ല, കിട്ടാൻ വഴി. അതെ. അപ്പോൾ അതേ സമയത്ത് എ സിയിൽ അവരങ്ങനെ നോക്കാൻ അങ്ങനെ ആരെങ്കിലും ഇതുവരെ കൊണ്ടുവരും? ആരും വന്നിട്ടില്ല. അപ്പോൾ നമ്മുടെ എ സിയുടെ സർവീസും കൂടെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. ഇതൊന്നിൻ്റെയും പരസ്യമൊന്നുമല്ല കേട്ടോ. അല്ല, അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഇപ്പോൾ ഒരാളൊരു വണ്ടി മേടിച്ചു എന്ന് വെച്ചോളൂ, സർവീസ് സെന്ററിൽ ചെല്ലുകയാണെങ്കിൽ തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കത്തില്ല. ശരി, ഇന്ന ചെയ്യണം. ആവശ്യമായ വണ്ടി എടുത്താൽ നിങ്ങൾ 1000 സർവീസ് 2000 സർവീസ് 10000 സർവീസ് പറഞ്ഞു വിടും. എ സിയെ സംബന്ധിച്ചിട്ട് അവർ അങ്ങനെ ഒരു ടോപ്പിക്കേ സംസാരിക്കുന്നില്ല. അപ്പോൾ ആൾക്കാരുടെ വിചാരം ഇതിന് സർവീസ് വേണ്ട എന്നുള്ളതാണ് ചിന്തിക്കുന്നത്. ശരി ശരി. ഓക്കെ, ഇതിപ്പം ടൊയോട്ട, ഹ്യുണ്ടായി, മാരുതി അങ്ങനെ പല ബ്രാൻഡുകൾ നിങ്ങളെ സമീപിക്കുന്നുണ്ട്. അവിടെ പറ്റാത്ത പല വർക്കുകളും ഇപ്പം നമുക്കറിയാം, ചില കേസുകൾ മറ്റ് ഹോസ്പിറ്റലിൽ എടുക്കുന്നില്ല, മെഡിക്കൽ കോളേജ് എടുക്കും. അതുപോലെ തന്നെ നമ്മൾ പല വർക്കുകൾ എടുക്കാറുണ്ട്, പക്ഷേ പറ്റാത്ത കേസുകൾ വരെ എടുക്കാറുണ്ട്. അപ്പോൾ ഈ എ സി അങ്ങനെ നമ്മൾ പല കമ്പനിയുടെയും ചെയ്യുന്നു. കൂടുതലും ഈ ഒരു 5 വർഷം കഴിയുമ്പോഴാണല്ലോ ഈ എ സിയുടെ ഏത് ബ്രാൻഡിൻ്റെ വണ്ടികളാണ് നിങ്ങളിവിടെ ചെയ്യാറ്? കൂടുതലും മാരുതിയാണ് കൂടുതൽ ചെയ്യാറ്. അപ്പോൾ ടൊയോട്ട, ഹോണ്ട.
കോമൺ ആയിട്ട് ഹോണ്ട. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ടാറ്റ ഇൻഡിക്ക പഴയ വണ്ടിയാണ്. പഴയ ഒത്തിരി വണ്ടികൾ യൂസ് ചെയ്യുന്നവരെ എനിക്കറിയാം. പക്ഷേ ഈ വണ്ടി AC കംപ്ലൈൻറ്റ്, അതിൻ്റെ കംപ്രസർ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവാതെ വരും അല്ലേ? അതിനെക്കുറിച്ച് എന്താണ്, അത് എങ്ങനെയാണ് അതിൻ്റെ സംഭവം? അതിൻ്റെ ഒരു വെച്ചാൽ ഇപ്പോൾ ന്യൂ ജനറേഷൻ വണ്ടികൾക്കെല്ലാം ഒറ്റ ബെൽറ്റില്ല വരിക. ശരി ശരി. മെക്കാനിസം അത് കംപ്രസറോ ഓൾട്ടർനേറ്റർ പോസ്റ്റിങ് അങ്ങനെ എല്ലാം കൂടി ഒറ്റ ബെൽറ്റാണ് വരിക. ശരി. അപ്പോൾ കംപ്രസർ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് കറങ്ങത്തില്ല, വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മുടെ ഇപ്പം ശരിക്കും പറഞ്ഞത് 5 വർഷമാണ് ഫസ്റ്റ് ഈ AC നിങ്ങൾക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ. അതിന് മുമ്പായിട്ട് എന്തെങ്കിലും വിഷയം വന്നു കഴിഞ്ഞാൽ അത് മാനുഫാക്ചറിൻ്റെ ക്വാളിറ്റിയുടെ ഇഷ്യൂ ആണെന്നാണോ, എങ്ങനെയാണത്? അങ്ങനെ വരാം. ഇപ്പം ഇതിനെ നമ്മുടെ ഇപ്പോൾ ഒരാൾ ഇവിടെ ഒരു AC വിഷയമായിട്ട് ഇവിടെ വന്നു, നിങ്ങൾ എങ്ങനെയാണ് അതിനെ മോണിറ്റർ ചെയ്യുന്നത്? എന്തൊക്കെ വിഷയം എങ്ങനെയാണെന്നാണ് മനസ്സിലാക്കുന്നത്? എന്തൊക്കെയാണ് അതിനുവേണ്ടി ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്? വണ്ടി വന്നാൽ ആദ്യമേ നമ്മുടെ സൈഡിൽ നിന്നുള്ള ഡയഗ്നോസിങ് നടത്തും. അത് കഴിഞ്ഞ് കസ്റ്റമർക്ക് എന്താണോ പ്രോബ്ലം എന്നുള്ളത് നമ്മൾ ആദ്യമേ കേൾക്കും. എന്നിട്ട് നമ്മൾ രണ്ടുപേരുടെയും കൂടെ ഉള്ള ഒരു ഡയഗ്നോസിങ് വെച്ചിട്ട് നമ്മൾ ആ കംപ്ലൈൻറ്റ് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്ത് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്ത് പ്രോപ്പർ എന്താണ് സൊല്യൂഷൻ വേണ്ടെന്നുള്ള കസ്റ്റമറെ പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ടാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനകത്ത് ചേഞ്ച് ചെയ്യുന്നത്? നമ്മൾ ഓരോന്നും പറയണേ ഇൻ ഡീറ്റെയിൽ. മെയിനായിട്ടൊരു വണ്ടിയെ സംബന്ധിച്ചിട്ട് കംപ്ലൈന്റ് വരുന്നത് ഗ്യാസ് ലീക്കാണ്. ഈ സിസ്റ്റം ഇത്രയും പ്രഷറിൽ നിൽക്കുന്നുണ്ട്, 120 പൗണ്ടോളം പ്രഷർ അതിനകത്തുണ്ട് ഗ്യാസ്. അപ്പൊ ഇത്രയും പ്രഷറിൽ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഗ്യാസിന്റെ കെമിക്കൽ ആക്ഷനും സിസ്റ്റത്തിന്റെ കെമിക്കൽ റിയാക്ഷനോടെ വന്നിട്ട് ലീക്കാവും. ഒരു 5 വർഷം വരെ ലൈഫ് കിട്ടും. പിന്നെ പൊടി പിടിച്ചിട്ട് ദ്രവിച്ചു അങ്ങനെ 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 പല പല ഇഷ്യൂസിൽ വരും. അപ്പം മെയിനായിട്ട് നമ്മുടെ അടുത്ത് വരുന്നത് ഗ്യാസ് ലീക്ക് എന്ന് പറഞ്ഞ കംപ്ലൈന്റിലാണ് വരിക. അപ്പം നമ്മൾ ലീക്ക് ഡിക്റ്റേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്നുള്ളത് ലീക്ക് ഡിക്റ്റേറ്റ് ചെയ്യുന്നു. ആ ഭാഗം റിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ റിപ്പയർ ചെയ്ത് വെക്കും, റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് ചെയ്യും. അങ്ങനെയാണ് സിസ്റ്റം. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഏകദേശ ചെലവ് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, എന്തൊക്കെ ചിലവാകും എന്ന് നമ്മുടെ വ്യൂവേഴ്സിന് കറക്റ്റായിട്ടൊരു ഐഡിയ കൊടുക്കുക. എത്ര രൂപയാവും? മാത്രമല്ല, നിങ്ങൾ നേരത്തെ പറഞ്ഞു പീരിയോഡിക്കൽ സർവീസ്, അതിന് എത്ര രൂപയാവും എന്നുള്ളതിനെക്കുറിച്ച്, ആദ്യം സർവീസിനെ കുറിച്ച് പറയാം. എത്ര രൂപയാവും? പീരിയോഡിക്കൽ സർവീസ് പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഗ്യാസും AC ഫിൽറ്ററും കൂടെ മാറി വരുമ്പോൾ തന്നെ 2000 രൂപ. കംപ്രസർ ഓയിൽ ഫില്ല് ചെയ്ത് ഗ്യാസ് ഫില്ല് ചെയ്ത് AC ഫിൽറ്ററും മാറി ചെയ്യുന്ന ഒരു പീരിയോഡിക് സർവീസ്. അത് 3 വർഷം 5 വർഷത്തിനിടയ്ക്ക് ഒരാൾ ചെയ്താൽ അത്രേ വരും. അത്ര നല്ലതാണ്. ഓക്കെ, അത്ര വരുള്ളൂ. പിന്നീട് കൂടുന്തോറും പാർട്സ് മാറും, അത് മാറും, ഇത്. ഓക്കെ. ഇതിപ്പം ഇങ്ങനെ ഒരാൾ, ഇപ്പം നമ്മളെല്ലാവരുടെയും പരിപാടി തന്നെയാണ് ഒരു വണ്ടി മേടിക്കുക, പുതിയ വണ്ടി മേടിക്കുക, സെക്കൻഡ് ഹാൻഡ് വണ്ടി വെച്ചങ്ങ് ഓടുകയാണ്. ആ സമയത്ത് എവിടെയെങ്കിലും AC പണി മുടക്കും. പിന്നെ ഇത് ആലോചിക്കുന്ന എപ്പോഴാണ്? ഫെബ്രുവരി മാർച്ച് അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോൾ എല്ലാത്തിനും ഊഷ്ണം, ചൂട്, വേർപ്പ് ഒക്കെ ആയിട്ട് വന്നിട്ട് കിടന്ന് ബഹളമാണ്. എന്നിട്ട് ആ സമയത്ത് ഇവന്മാർ ഇത് കൊണ്ടുപോയി തരും. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ പീരിയോഡിക് സർവീസ് ചെയ്യാതെ ഈ ഓയിൽ ഒഴിക്കാതെ വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നുള്ളത്? കംപ്രസർ സ്റ്റക്കായി പോകും. ഓക്കെ. അപ്പോൾ ഈ കംപ്രസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ എഞ്ചിൻ പോലെ ചെറിയൊരു എഞ്ചിനാണ്. അതിനകത്ത് 5 പിസ്റ്റണാണ് വർക്ക് ചെയ്യുന്നത്. ശരി. ഈ പിസ്റ്റൺ വർക്ക് ചെയ്താണ് ഗ്യാസ് കംപ്രസ് ചെയ്തുകൂടും. അതുകൊണ്ടാണ് കംപ്രസർ എന്ന് പറയുക. ഓക്കെ. അപ്പോ ശരിക്കും പറഞ്ഞാൽ എയർ കണ്ടീഷന്റെ ഹൃദയം എന്ന് പറയുന്ന കംപ്രസറാണ്. അവനെ പ്രൊട്ടക്ട് ചെയ്യാൻ, നമ്മുടെ ഹൃദയം പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മൾ അങ്ങനെയാണ് സംഭവം. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി റിറ്റ്സ് ആണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ റിറ്റ്സ് വണ്ടിയിൽ തീരെ കൂളിംഗ് ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ നമ്മുടെ മോഹൻ ചേട്ടൻ്റെ അടുത്ത്, മിഥുൻ്റെ അടുത്തും വന്നത്. എങ്ങനെയാലും ഒന്ന് രക്ഷിക്കണം. അപ്പോൾ അങ്ങനെ അവർ നോക്കിയപ്പോൾ അതിൻ്റെ എന്തോ പൈപ്പ് അല്ലേ, അതിനെ ഒന്ന് പറയാമോ അതിന് എന്താണ്? റിറ്റ്സിന്റെ കംപ്ലൈന്റ് എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് ലീക്ക് ആണ് അതിന്റെ കംപ്ലൈന്റ്. അതായത് പഴക്കം കൊണ്ടിട്ട് വന്നിട്ട് അതിന്റെ സെക്ഷൻ ലൈൻ 3 പൈപ്പ്, അതിലൊരു പൈപ്പ് സെക്ഷൻ ലൈൻ. ഓക്കെ. ആ സെക്ഷൻ ലൈൻ മൈല്യൂട്ടായിട്ട് ലീക്കായിട്ട് ഗ്യാസ് കുറഞ്ഞ് അങ്ങനെ വരികയായിരുന്നു. ശരി. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ ലൈൻ റീപ്ലേസ് ചെയ്ത് കംപ്രസർ ഓയിൽ ചെയ്ത് ഗ്യാസ് ഫിൽ ചെയ്തു. പിന്നെ അതിനകത്ത് ഫിൽറ്റർ മോശമായിരുന്നു, ഫിൽറ്റർ മാറി. ഓക്കെ. അപ്പോൾ ഇതെല്ലാം ഇപ്പം ചില ആൾക്കാർ പറയും എനിക്കിപ്പം ഇത്രയും പൈസ മുടക്കാനില്ല, എനിക്ക് ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ഒന്ന് കൂളിംഗ് ആക്കി താ, ബാക്കി പിന്നെ ചെയ്തോളാം. അതിൻ്റെ ഗുണം എന്താണ്, ദോഷം എന്ത്? ഗുണം ഉണ്ടോയെന്ന് എനിക്ക് തോന്നുന്നില്ല, ദോഷം എന്താണ്? അല്ല, അതിനകത്തുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഒരു ഗ്യാസ് ഫില്ലിംഗ് നമ്മൾ നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇപ്പൊ കണ്ട കംപ്ലൈന്റ് നമ്മൾ പിന്നീട് ചെയ്യണമെങ്കിൽ ആ ഗ്യാസ് വേസ്റ്റ് ആവും. അത്രയും പൈസ ലോസ് ആണ്. അപ്പോൾ ഒരു കംപ്ലൈന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഭാഗം റെക്ടിഫൈ ചെയ്ത് ക്ലിയർ ചെയ്ത് വിടുകയാണ് വണ്ടികളുടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ട് ഏറ്റവും ബെസ്റ്റ്. അതാണ് ഇപ്പൊ നമുക്ക് അല്ലേ മിഥുനെ, ഇപ്പൊ രണ്ടാമത് ഇപ്പൊ ഒരാൾ പെട്ടെന്ന് കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് പോകും. അവർ രണ്ടാമത് വരുവാണെങ്കിൽ
അവർക്ക് വീണ്ടും റീഫിൽ അല്ലേ? അതിനെന്താണ് എങ്ങനെയാ അത് പറയുക? മീൻസ് ഇപ്പം അങ്ങനെ പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ തന്നെ തൽക്കാലത്തേക്ക് തണുപ്പിച്ചെന്നാൽ ഒത്തിരി ആൾക്കാർ വരാറുണ്ട്. പക്ഷെ അതിൽ കൂടുതലും ഡ്രോബാക്സേ ഉള്ളൂ. കാരണം ഉള്ള കംപ്ലൈൻറ്റ് ഇപ്പം ലീക്ക് ആണെങ്കിൽ ലീക്ക് വലുതാവത്തേ ഉള്ളൂ. മീൻസ് ആ ലീക്ക് ഉള്ള ഭാഗത്ത് എന്താണെങ്കിലും കംപ്രസറിനകത്ത് ഓയിൽ പമ്പ് ചെയ്ത് പോകും. അപ്പോൾ നമ്മൾ ആ ഓയിൽ ഒഴിക്കാതെ ഗ്യാസ് ഫില്ല് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ കംപ്രസർ കൂടുതൽ പ്രശ്നമാവും. ഈ പറഞ്ഞ പോലെ 1000 രൂപ 2000 രൂപ തീരേണ്ടത് 10000 രൂപ 15000 രൂപയിൽ പിന്നീട് മുടക്കേണ്ടി വരും. ഇത് നമ്മുടെ അല്ലാതെ കംപ്രസറിനൊക്കെ വരുമ്പോൾ എത്ര രൂപ വരെ വരും? 20-ന് മേളിൽ വരെ വരാറുണ്ടോ? സ്റ്റാർട്ടിങ് ഡിപ്പെൻസ് വണ്ടി അനുസരിച്ചിരിക്കും. ശരി, അനുസരിച്ചിരിക്കും വ്യത്യാസം. സാറിന് ഏതൊക്കെ മോഡലാണ് കംപ്രസർ യൂസ് ചെയ്യുക? അല്ല, അത് ആ വണ്ടിയിൽ എക്സാക്ട് ഏത് കംപ്രസർ വരുന്നോ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ ഇവിടെ വരുന്നത് സാൻഡൻ ഉണ്ട്, ഡെൻസോ ഉണ്ട്, വാലി ഉണ്ട്. ഓരോ കമ്പനിയിലും ഓരോ കംപ്രസറാണ് വരിക. ശരി, ഓരോ കംപ്രസർ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓരോ ബ്രാൻഡിനും ഓരോന്ന് തന്നെ വെക്കണം എന്നുണ്ടല്ലേ? ശരി. അപ്പോൾ ഈ കംപ്രസർ അല്ലാതെ വേറെ ഒന്നും പ്രത്യേകിച്ച് മാറ്റേണ്ടി വരില്ല. കാരണം ഈ ഇതുപോലെ കംപ്രസർ അതിന്റെ ഒരു പാർട്ട്, ഈ കണ്ടൻസർ വേറൊരു പാർട്ട്, ഇവോപ്പറേറ്റർ വേറൊരു പാർട്ട്, ട്യൂബ്സ് വന്നിട്ട് വേറെ പാർട്ട്, അങ്ങനെ പല പല പാർട്സ് കൂടുന്നതാണ് എയർ കണ്ടീഷൻ. ശരി. ഇതെല്ലാം കൂടെ ഒറ്റ ലൈനിൽ നിന്നെങ്കിൽ അകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. ഭയങ്കര എല്ലാരും ഒറ്റ ലൈനിൽ നിൽക്കണം. ഇത് ഒരു എ സി സർവീസ് അല്ല, എ സിയുടെ ഒരു മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യുക, അത് ഒരു ഈസി ടാസ്ക് ആണെന്ന് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കും. എന്താണ് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ? കൂടുതലാണ്. കാരണം ഈ പറഞ്ഞ പോലെ എല്ലാ പാർട്സും ഒരേ രീതിയിൽ പെർഫോം ചെയ്തെങ്കിലേ നമുക്ക് അകത്ത് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ വണ്ടിയുടെ പഴക്കവും അതിൻ്റെ പെർഫോമൻസും നോക്കിയിട്ട് വേണം നമുക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ പറഞ്ഞ ഒരു പീരിയോഡിക് സർവീസ് കൊടുക്കുന്ന ഒരു വണ്ടിയെ സംബന്ധിച്ചാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അല്ലാത്ത പക്ഷേ ആണെങ്കിൽ നമുക്ക് ആ ലെവലോട്ട് എത്തിക്കണമെങ്കിൽ ഇച്ചിരി പാടായിരിക്കും. നമുക്ക് റിസ്ക് ഇച്ചിരി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വ്യൂസിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ റെഗുലറായിട്ട് എ സി സർവീസ് ചെയ്യുക. നിങ്ങൾ മഴക്കാലം കഴിഞ്ഞ് ചൂടുകാലം ആവാതെ എപ്പോഴാണോ നിങ്ങൾക്ക് പീരിയോഡിക്കൽ സർവീസ് വരുന്നത് ആ സമയത്ത് ചെയ്യാന്നുള്ളതാണ്. തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോൾ മഴക്കാലെന്നോ വേനലെന്നോ ഒന്നുമില്ല. അതെ, പ്രോപ്പറായിട്ടൊരു സർവീസ് എഞ്ചിൻ ഓയിൽ മാറുന്ന പോലെ തന്നെ എ സിക്ക് പ്രോപ്പറായിട്ട്. ശരിക്കും പറഞ്ഞുണ്ടല്ലോ, വേനൽക്കാലത്തേക്ക് കൂടുതൽ ആവശ്യം എ സി മഴക്കാലത്താണ്. മീൻസ് എന്താ വെച്ചാൽ ഗ്ലാസ് പൊക്കിയിട്ട് മഴക്കാലത്ത് ഓടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അന്നേരം എ സി ഇല്ലെങ്കിൽ ഇതിനകത്ത് ഭയങ്കര ചൂടായിരിക്കും, ഗ്ലാസ്സിൽ മിസ്റ്റ് പിടിക്കും. അതേസമയം എ സി ഉണ്ടെങ്കിൽ ആ മിസ്റ്റ് പിടിക്കുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഓക്കെ, ഇനി എ സി സംബന്ധമായിട്ട് എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ നമ്മുടെ ആൾക്കാർക്ക് കൊടുക്കാനുണ്ടോ? തീർച്ചയായിട്ടും കൊടുക്കാന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ കാലാവസ്ഥ നോക്കാതെ പ്രോപ്പറായിട്ട് ഒരു 4 വർഷം 5 വർഷം കൂടി ഇരിക്കുമ്പോൾ പ്രോപ്പറായിട്ട് സർവീസ് കൊടുക്കുക. ഈ പറഞ്ഞാൽ 2000 രൂപ അല്ലെങ്കിൽ 1000 രൂപ ലാഭം നോക്കിയിട്ട് ഇപ്പൊ കുഴപ്പമില്ല എനിക്കിത് മതി എന്ന് പറഞ്ഞ് ഓടിക്കാതിരിക്കുക. അതെ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് മോഹൻചേട്ടൻ്റെ മിഥുൻ്റെയൊക്കെ എംസർ. അപ്പോൾ ഇതിനകത്ത് മിഥുനാവാം, അത് മോഹൻചേട്ടനാവാം, എം അല്ലേ? അതായിരിക്കും ഉദ്ദേശിക്കുന്നത്. എംസർ എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാല് ഞാനാണ് സ്റ്റാർട്ട് ആയത്. എം എന്ന് പറഞ്ഞാൽ എന്റെ പേര് മോഹൻ. SCR സർവീസിന്റെ ആദ്യത്തെ 3 അക്ഷരം മോഹന്റെ സർവീസ് എന്നുള്ളത് ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഇതിപ്പം മിഥുൻ സർവീസ്. അതെ, മിഥുനും ആക്കാം. സോ ഓൾറെഡി എൻ്റെ ഒരു വണ്ടി ഞാൻ സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സർവീസ് ചെയ്തപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയോണ്ടാണ് ഞാൻ വീണ്ടും മോഹൻചേട്ടൻ്റെ അടുത്ത് വന്നത്. കാരണം മോഹൻചേട്ടനെ എന്നെ പരിചയപ്പെടുത്തിയ എൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ എനിക്ക് പല ആൾക്കാർ എൻ്റെ ജോലി സ്ഥലത്ത് തന്നെ തൊട്ടിപ്പുറം എ സി സർവീസ് തന്നെ വരുന്നു. പക്ഷേ എന്നാൽ പോലും ഞാൻ അവിടെ പോകാതെ മോഹൻചേട്ടൻ്റെ അടുത്ത് വന്ന് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയാണ്. അപ്പം നമ്മളെപ്പോൾ സർവീസ് ചെയ്യുമ്പോഴും നമ്മൾ ഇതിനെക്കുറിച്ച് ആധികാരികമായി അറിയാവുന്നവരെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്ന് ബോധ്യമുള്ളടത്ത്. അപ്പോൾ എനിക്ക് ബോധ്യമുള്ളത് ഇപ്പം എംസറിലാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾക്ക് എ സി സർവീസിൻ്റെ അവിടെ നിങ്ങൾ സർവീസ് ചെയ്യണം. എങ്ങനെയാണ് ലൊക്കേഷൻ നമുക്ക് കറക്റ്റ്? നമ്മുടെ മെയിനായിട്ട് കളക്ഷൻ സെന്റർ എന്ന് പറഞ്ഞാൽ MC റോഡിൽ TB ജംഗ്ഷനിൽ മയൂരിയുടെ ഷോറൂം വരുന്നത്. അതെ, മയൂരി. അതിൽ തൊട്ടിരിക്കുന്നതാണ് നമ്മൾ വർഷങ്ങളായിട്ടുള്ള ഷോപ്പ്. പക്ഷെ അവിടെ പാർക്കിംഗ് അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഓൾഡ് MC റോഡിൽ മൃഗാശുപത്രിക്ക് ഓപ്പോസിറ്റ് ആയിട്ട് പാർക്കിങ്ങും ബാക്കിയുള്ള ഫെസിലിറ്റിയുള്ള ഫുൾ ഇത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇവിടെ നമുക്ക് ന്യൂജൻ ആയിട്ടുള്ള എല്ലാ വണ്ടികളും, BMW, ബെൻസ്, ഓഡി, എല്ലാ വണ്ടികളും ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിൻ്റെയൊക്കെ റിവ്യൂ ചെയ്യുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ ഇതെല്ലാം നമുക്കിവിടെ നമ്മുടെ മോഹൻചേട്ടനും മിഥുനൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഉണ്ടാവേണ്ട ആളല്ല, പുള്ളി പുറത്തു കൊണ്ട ആൾ. എന്നാൽ പോലും നമ്മുടെ നാട്ടിൽ നിന്ന് നമുക്ക് സർവീസ് ചെയ്യുന്നത് ഒരു വലിയ മൂല്യമായിട്ട് കരുതുന്ന ഓരോ ആൾക്കാരെയും എനിക്ക് വലിയ ബഹുമാനമാണ്. അതുപോലെ തന്നെ അപ്പോൾ മിഥുനെ ഞാൻ റെസ്പെക്റ്റ് ചെയ്യണം ആ കാര്യത്തിൽ. അപ്പോൾ ഇന്ന് നമ്മളിത് ഒരു ഇൻഫർമേഷണൽ വീഡിയോ ആയിരുന്നു. അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് ആർക്കെങ്കിലും AC സർവീസിൻ്റെ കാര്യങ്ങൾ അറിയാൻ മേലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലായിടത്തും നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദ ഫണ്ടാസ്റ്റിക് ഇൻഫർമേഷൻ. അതുപോലെ തന്നെ മോഹൻചേട്ടനാണ് ഇതിൻ്റെ
ഇതിൻ്റെ ഒരു എന്താ അധിപൻ എന്ന് പറഞ്ഞാൽ വർഷങ്ങളോളം ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഒരാൾ. അത് കോട്ടയത്തെ ഏറ്റവും സീനിയർ മോസ്റ്റ് മെക്കാനിക്ക് ഞാനാണ്. അതെ. ഓ, ബാക്കിയുള്ള എല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പോയിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ തൊഴിലായിട്ട് ജീവിക്കുന്നു ഉറപ്പായിട്ടും. കോട്ടയത്ത്. അതെ, അതിനും നമുക്ക് ഏറെ റെസ്പെക്ട് ചെയ്യണം മോഹൻചേട്ടനെ. അതുപോലെ തന്നെ ഒത്തിരി ആൾക്കാരെ പഠിക്കുകയും ഇപ്പം ഇതിനോട് തന്നെ ഇതെല്ലാം ഇൻഫർമേഷൻ പാസ് ചെയ്ത് ആളെയും ഇത് പഠിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. സോ വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഫിനിഷ് ചെയ്യണം. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ ഫ്രം കൃഷ്ണച്ചാൻ.